ഡോക്ടർ സാർ പറഞ്ഞു വിട്ടതാ. അകത്തേക്ക് വരും. കുടിച്ചോ. എവിടുന്നല്ലേ? ഫ്ലാസ്കിലുണ്ട്. അടുക്കള എവിടാ? സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ വെളുപ്പിന് ഞാനിങ്ങ് പോന്നു. അവിടെ അടുക്കള. ഇപ്പൊ ചായ കൊണ്ട് തരാം. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ? ഓ, എപ്പോഴും കുടിച്ചിട്ടാ വന്നത്. ഇനി വേണോ? വേണ്ട. സാറ് 2 കപ്പ് ചായ കുടിക്കുമെന്നാ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടാൻ എന്തെല്ലാം വെക്കണം? എന്തൊക്കെ വെക്കാൻ അറിയാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ. വറുത്തിടുമ്പോൾ കടുവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേകണോ അതോ തോണ്ടി തിന്നാ ഭാഗത്തിന് കുറുക്കിയെടുത്താ മതി? അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലൊക്കെ മതി. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. പരിചയമുള്ള പെണ്ണിന്റെ പുറകുവശം പോലെ തോന്നുന്നു. പെൺകുട്ടി ഒന്ന് നിൽക്കൂ. ഇതാര് കല്യാണിയോ? പുറവശത്തിന്റെ കട്ട് കണ്ടപ്പോഴേ മനസ്സിലാക്കി. നീ ഇപ്പൊ എവിടെയാ? എന്താ കാര്യം? അങ്ങനെ തഴയാതെ. ഒന്നുമില്ലേ, നമ്മള് പഴയ പ്രേമക്കാരില്ലയോ? അങ്ങനെ ഒളിച്ചും പാത്തും അങ്ങനെ പ്രേമിക്കണ്ട. താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. താൻ ഇതുവരെ എവിടായിരുന്നു? അല്ല, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പ്രേമിക്കാം. ചെലവ് തരാൻ പറ്റത്തില്ല. എന്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാം. ഒരു കാര്യം ചെയ്യാം, ഏവനെങ്കിലും ഒരുത്തനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന നേരവും ഞാനേറ്റു. എന്ത് പറയുന്നു? എന്തൊരു ബുദ്ധി! എന്ത് ചെയ്യാം, ഞാനൊരു ബുദ്ധിമാനായിട്ട് ജനിച്ചു പോയി. നീ പോയോ? കല്യാണി, നീ ഇപ്പൊ എവിടാ താമസം? അതോ ആ വീട്ടിൽ. അവിടെ ആരൊക്കെ ഉണ്ട്? അന്നത്തേതുപോലെ വളയിൽ വളയിൽ പേപ്പാർ നഗരം എന്നൊക്കെ വിളിച്ചു വേണോ ഞാൻ അങ്ങോട്ട് വരാൻ? ഒന്നും വേണ്ട, ഒരു തള്ള മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നീ അങ്ങനെയുള്ള തലത്തിലേ താമസിക്കും. അമേരിക്കയിൽ പൈലറ്റായിരുന്നു, മടുത്തു. പിന്നെ അമേരിക്കയിൽ നിന്ന് അമ്മായി വീട് മാത്രം വാങ്ങിക്കൊണ്ടുവന്നതാണ്. $150. കലക്കിയിരിക്കുന്നു. നിനക്കെങ്കിലും അത് തോന്നിയല്ലോടാ മോനെ. തീർന്നിട്ടില്ല.
സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. $49. പിടിച്ചോളൂ. മിനി എവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു മോനെ. അതെയോ? അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തല്ലുപിടുത്തമായിരിക്കും. ഇതെല്ലാം അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവൾ വന്നിട്ടുണ്ട് മോനെ. മോളെ മിനി, മിനി, നിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നു, അതങ്ങ് നടത്തി. മതി, വിടൂന്നേ. ആ ഇത് കൊല്ലാന്നേ. ശബ്ദം ഉണ്ടാകാതെ വിടും. ആ വിടൂന്നേ. ആരോ വന്നും തോന്നും. ഞാൻ നോക്കട്ടെ. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. സാറിന് കാപ്പ് കുടിക്കാറായോ? പറയണേ. കുറച്ച് കഴിയട്ടെ. കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട് 9 മണിക്കാണ് സാറ് കാപ്പ് കുടിക്കുന്നതെന്ന്. മണി എത്രയായി? ഇനി രാത്രി 9 മണി. അതെയോ? ഇപ്പൊ കാപ്പി തരാം. വീടുകളിൽ വേണം ജോലിക്ക് നിൽക്കാൻ കുറച്ചാളുകൾ. അതും സാറിനെയും കൊച്ചമ്മയും പോലുള്ളവരായാൽ. ഞാൻ ഇതിനു മുമ്പ് 1-2 സ്ഥലത്ത് ജോലിക്ക് നിന്നു. അയ്യോ, മനുഷ്യനെ കൊന്നൊടുക്കും. അച്ചാറുണ്ട്, തരട്ടെ? വേണ്ട. നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കൂ സാർ. കൊള്ളാം. ഡോക്ടർ സാറിന് അച്ചാറെന്ന് പറഞ്ഞ ജീവനാ. ഞാൻ തന്നെ ഉണ്ടാക്കാൻ വേണം. ആ അല്ല സാറേ, കൊച്ചമ്മയ്ക്ക് എന്താ അസുഖം? വയറ്റിൽ വേദന. അയ്യോ കഷ്ടം. വയറ്റിലുണ്ടോ? ഇല്ല. അതെന്താ? ആർക്കറിയാം? ആർക്കറിയാമെന്നോ? ഇപ്പോഴേ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആദ്യം നിന്ന വീട്ടിലെ സാറും ഭാര്യയും കൂടി എന്നും വഴക്കാ. സാറ് പറയും 2-3 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ കുടം വേണം.